നമസ്കാരം, ഞാൻ ഷമീർ അലി എസ്സാൻ്റെ ഫുഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് തിലോപ്പി കിട്ടിയിട്ടുണ്ട്. അത് സിമ്പിളായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക് തന്നെ. ഇപ്പോൾ നമ്മൾ മീനിൻ്റെ മസാല റെഡിയാക്കുകയാണ്. ഒരു 200 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് പൊടിപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്തു, ഒരല്പം വിനാഗിരി. മീനെ നമ്മളൊന്ന് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നു. അപ്പോൾ മീനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മസാല ഇട്ട് കൊടുക്കാൻ പോവാണ്. നന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊരിക്കാനുള്ള ഒരു മസാലയും കൂടി എടുക്കുകയാണ്. കോൺഫ്ലോർ, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിച്ചത്. ഇതിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. നമ്മളെ മീനിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് മീനയിലിട്ട് ഇങ്ങനെ പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ പ്രത്യേകതയുള്ള വെളിച്ചെണ്ണയാണ്, ശുദ്ധമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മീനൊന്ന് നമ്മൾ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ മീൻ പൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മളെ പൊരിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. മസാല ഉണ്ടല്ലോ, അടിപൊളി മസാലയാണ്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഗ്യാപ്പില്ല, നമ്മൾ വരട്ടെ, ആ വരൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. നല്ല ക്രസ്റ്റ്, അടിപൊളിയാക്കി എന്തായാലും സാധനം. മീന് പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ആയിരിക്കണം. അത് ഇന്നത്തെ വെളിച്ചെണ്ണൻ്റെ ഗുണവും കൂടിയാണ് ഇതിൻ്റെ ടേസ്റ്റ്.
അത് സത്യമുള്ളൊരു കാര്യമാണ്. സാധാരണ നമ്മൾ പാക്കറ്റ് വാങ്ങലാണ്. അത് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ ഒരു ആട്ടുന്നൊരു ഇതുണ്ട് പൂനൂര്, അവിടെ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട് പൊളിച്ച്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാൻ തോന്നുമോ? ഒന്ന് ചെയ്തുകൂടെ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.